നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വിനയം നിറഞ്ഞ സ്വാഗതം. അനിഴം നക്ഷത്രക്കാരുടെ 2025 വിഷുഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം. മീനശനി, ഇടവവ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:21 തിങ്കളാഴ്ചയും ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയമായിരുന്നു മേടവിഷു സംക്രമം നടന്നത്. അപ്പോൾ ആ സമയത്തുള്ള തിഥി, കരണം, നിത്യയോഗം തുടങ്ങിയ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ വിഷുഫലം ഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയം, വ്യയം, കന്തായം തുടങ്ങിയ നക്ഷത്രങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടുള്ള ഫലവും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ നക്ഷത്രങ്ങളെ സംക്രമ നക്ഷത്രം, വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദിഷട്കം, മധ്യഷട്കം, അന്ത്യഷട്കം, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ഇങ്ങനെ 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ അനിഴ നക്ഷത്രം ആദിഷട്കം എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഈ ഷട്കം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് 3 ഗ്രൂപ്പുകളുണ്ട്. ഷട്കം എന്നുള്ള പേരിൽ ആ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വിഷുഫലം അനുകൂലമായിരിക്കും. തൊഴിൽ നേട്ടങ്ങളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടുക, നിലവിലുള്ള തൊഴിലിൽ പ്രമോഷൻ ഉണ്ടാകുക, അതുപോലെ തൊഴിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഷട്കങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന പ്രധാന ഗുണം. പിന്നെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനിഴ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് ഗുണമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ വിവാഹ തടസ്സമൊക്കെ മാറി വിവാഹമൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അനിഴ നക്ഷത്രത്തിൻ്റെ പ്രത്യേക ഫലങ്ങൾ നോക്കുമ്പം വളരെ നല്ല ഫലങ്ങളൊക്കെ കിട്ടുന്നൊരു വർഷമാണ്. പല പദവികളും കൈവരുന്ന ഒരു കാലമാണ്. നേതൃപദവി തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഓഫീസിലൊക്കെ ആണെങ്കിൽ ഓഫീസിൻ്റെ ഹെഡോ അല്ലെങ്കിൽ സൂപ്പർവൈസറി പോസ്റ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിലാണെങ്കിൽ ഒരു നേതാവിൻ്റെ പദവിയെല്ലാം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇലക്ഷനൊക്കെ നിൽക്കുന്നവർക്ക് വിജയവും ഉണ്ടാകാം. കലാപ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകും. സന്താന യോഗം ഉള്ള കാലമാണ്. സത്സന്താന യോഗം ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിലെ ഐക്യം നിലനിൽക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുടുംബത്തിലൊരു ഐക്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. മക്കൾക്ക് ഗുണകരമായ കാലമാണ്. ചികിത്സ ഫലിച്ചു തുടങ്ങും. പ്രായമായവർക്ക് പ്രത്യേകിച്ചും രോഗശയ്യയിലൊക്കെ ആയിരുന്നവർക്ക് ചികിത്സ ഫലിച്ചു തുടങ്ങും. വീടോ വസ്തുവൊക്കെ വാങ്ങാൻ സാധിക്കും. മക്കൾക്ക് വേണ്ടിയൊക്കെ വീടുമൊക്കെ വാങ്ങിച്ചിടാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. വിവാഹാലോചനകൾ ബന്ധുജനങ്ങൾ വഴിയോ പരിചയക്കാർ വഴിയോ വന്നെത്താനും നല്ല ബന്ധങ്ങൾ ഒത്തുകിട്ടാനും സാധ്യതയുള്ള കാലമാണ്. കടങ്ങൾ നല്ലൊരു പരിധിവരെ വീട്ടാൻ സാധിക്കും. പണയമൊക്കെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. കേസുകളിൽ വിജയം നേടാൻ യോഗമുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സഹപ്രവർത്തകരുമായിട്ട് രമ്യതയിൽ പോകാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ സാധിക്കും. വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുവെ പിന്നെ പുതുതായിട്ട് വാഹനം വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സ്ഥാനപ്രാപ്തി കിട്ടുന്ന പോലെ തന്നെ ബന്ധുജനങ്ങൾക്കും സ്ഥാനപ്രാപ്തികൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. പല പ്രതിസന്ധികളിലും മറ്റുള്ളവർ വന്ന് നമ്മളെ പ്രശ്നപരിഹാരത്തിനായിട്ട് സഹായിക്കുന്നതാണ്. കുടുംബസമേതം വിനോദയാത്രകൾ, തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ട്. ഇതാണ് നമുക്ക് ഗ്രഹസ്ഥിതി കൊണ്ടും നക്ഷത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടുമുള്ള ഫലങ്ങൾ. ഇനി നമുക്ക് ആയം, വ്യയം, കന്തായം ഈ 3 ഘടകങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ അനിഴ നക്ഷത്രം വൃശ്ചികക്കൂറിലാണ് വരുന്നത്. വൃശ്ചികക്കൂറിൻ്റെ ആയം എന്ന് പറയുന്നത് 2ആണ്, വ്യയം 14ആണ്. അതുകൊണ്ട് ചെലവ് വരവിനേക്കാൾ കൂടിയിരിക്കും. പ്രത്യേകിച്ച് യാത്രകൾക്കൊക്കെ നല്ല ചെലവ് ഉണ്ടാകാം. അനിഴ നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 501ആണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സന്തോഷം നൽകുന്ന ജീവിതാനുഭവങ്ങൾ, നല്ല രീതിയിലുള്ള ധനലാഭമൊക്കെ ഉണ്ടാകും. ചിങ്ങം മുതൽ 4 മാസം ശരാശരി അനുഭവങ്ങളായിരിക്കും. വലിയ ധനലാഭമോ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല. കുറച്ച് ചിലവ് വർദ്ധിക്കുകയും ചെയ്യും. വീട് വിട്ട് ദൂരേക്കൊക്കെ യാത്ര ചെയ്യേണ്ട അവസ്ഥകളും ഉണ്ടാകാം. ധനു മുതൽ 4 മാസം ശരാശരി രീതിയിലുള്ള ധനലഭ്യതയും മനസ്സിന് സംതൃപ്തിയും ബന്ധുക്കളുമായിട്ട് സൗഹൃദവും ഫലമാകുന്നു. മോശമല്ല എങ്കിലും ആ സമയത്ത് ധനലഭ്യത ഉണ്ടാകും.
ഇത് ഈ വിഷുഫലത്തിന് പറയുന്ന ഘടകങ്ങളാണ് കേട്ടോ, ആയം, വ്യയം, കന്തായം എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ പഞ്ചാംഗം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പരിഹാര കാര്യങ്ങളാണ് നോക്കേണ്ടത്. ശിവപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും അനിഴ നക്ഷത്രക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത്. പിന്നെ സൂര്യദശയോ കുജദശയോ കേതുർദശയോ ആണെങ്കിൽ ശിവ ഭഗവാനെയും പ്രാർത്ഥിക്കണം, ശാസ്താവിനെയും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്കപ്പിറന്നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് കൂവള ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ ശിവൻ്റെ നാമങ്ങൾ അല്ലെ ശിവൻ്റെ അഷ്ടോത്തരം ഒക്കെ ജപിക്കുന്നത് നല്ലതാണ്. അല്ലെ ഓം നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം രാവിലെയും വൈകിട്ടും 18 തവണ വീതം ജപിച്ചാലും നല്ല ഗുണം ലഭിക്കുന്നതാണ്. അപ്പോൾ തടസ്സങ്ങൾ മാറിപ്പോവുക, ഗുണഫലങ്ങൾ നമ്മളിലേക്ക് എത്താൻ സഹായിക്കുക, ഇതൊക്കെയാണ് നാമജപത്തിൻ്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന പരിഹാരമാണ് അന്നദാനം നടത്തുക എന്നുള്ളത്. അപ്പോൾ അവർ അർഹരായ ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെ ഗുണകരമാണ്. അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ട് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാനായിട്ടത് സഹായിക്കും. ക്ഷേത്രവിശ്വാസികളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ശിവഭഗവാന്റെ നടക്കലുള്ള വിളക്കിൽ കെടാവിളക്ക് ഉണ്ടായിരിക്കും, അവിടെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുക, അത് വളരെ ഗുണകരമാണ്. പിന്നെ നമ്മുടെ ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രത്യേക വഴിപാടുകളുണ്ടല്ലോ, അതിൽ കൂവളമാല എന്ന് പറയുന്നത് അല്ലെ കൂവള ഇല കൊണ്ടുള്ള അർച്ചന എന്ന് പറയുന്നത് തടസ്സം മാറാൻ വളരെ ഉത്തമമാണ്. ഐശ്വര്യം വരാനായിട്ട് ഈ കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്, ഓരോ വഴിപാടിനും വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. വീട്ടിലാണെങ്കിലും നല്ല എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സാമാന്യമായ വിഷുഫലം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.